ഒറ്റമൂലികൾ കഴിക്കുമ്പോൾ ആളുകൾ കല്ല് മാറി എന്ന് വിചാരിച്ച് പിന്നീട് ഒരു ടെസ്റ്റുകൾ ചെയ്യാതിരിക്കുകയും പിന്നീട് കല്ലിൻ്റെ അളവ് വർദ്ധിച്ച് വന്ന് 2 കിഡ്നിയും ഫെയിലായി പോകുന്ന സാഹചര്യവും ഉണ്ടാവാം. ഞാൻ ഡോക്ടർ സന്ദീപ് വി ഷണായി, എറണാകുളം ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ്. കിഡ്നി സ്റ്റോണുകൾ പ്രധാനമായും കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോണുകളാണ് ഒരു 80 മുതൽ 85% വരെ രോഗികളിൽ കാണുന്നത്. പിന്നെ കാണുന്നത് യൂറിക് ആസിഡ് സ്റ്റോൺസ് ആണ്. ഈ വിപണിയിൽ ലഭ്യമാകുന്ന ഒറ്റമൂലികളിൽ പലതും ഈ യൂറിക് ആസിഡ് സ്റ്റോൺസിന് ലൈസ് ചെയ്ത് കളയുകയും അതാണ് കല്ലുരുക്കി എന്ന് മെയിനായിട്ട് നമ്മൾ കേൾക്കാറുള്ള ഒറ്റമൂലികൾ. ഈ കല്ലുരുക്കി കഴിച്ചു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് സ്റ്റോൺസ് ആണ് ലൈസായി പോവാറ്. അതിന് നമ്മുടെ അലോപ്പതിയിലും സമാനമായ രീതിയിലുള്ള മരുന്നുകൾ ലഭ്യമാണ്. പിന്നെ ഈ ഒറ്റമൂലികൾ കഴിച്ചു കഴിഞ്ഞാൽ ദോഷം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ഒറ്റമൂലികൾ കഴിക്കുമ്പോൾ ആളുകൾ കല്ല് മാറി എന്ന് വിചാരിച്ച് പിന്നീട് ഒരു ടെസ്റ്റുകൾ ചെയ്യാതിരിക്കുകയും പിന്നീട് കല്ലിൻ്റെ അളവ് വർദ്ധിച്ച് വന്ന് 2 കിഡ്നിയും ഫെയിലായി പോകുന്ന സാഹചര്യവും ഉണ്ടാവാം. പിന്നെ ചില രോഗികളിൽ ഈ ഒറ്റമൂലികൾ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് നീരുവീഴ്ച എന്ന് പറഞ്ഞൊരു അസുഖം, അതായത് ഇൻറ്റർസ്റ്റീഷ്യൽ നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖത്തിലേക്ക് രോഗി പോകുകയും അത് കിഡ്നി ഫെയിലിയറിന് കാരണമാകുകയും ചെയ്യാം. പിന്നെ ചില ഒറ്റമൂലികൾ കിഡ്നിയുടെ കോശങ്ങൾക്ക് തന്നെ ഡാമേജ് ആക്കാവുന്ന ഒറ്റമൂലികളും ലഭ്യമാണ്.